പശ്ചിമേഷ്യൻ യുദ്ധം വിചാരിക്കുന്ന വേഗത്തിൽ അവസാനിക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇരുപക്ഷത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിലും അതിലും വേഗത്തിൽ അടച്ചുപൂട്ടിയതും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾ കൂടുതൽ വർദ്ധിക്കുകയാണ്. അതിനിടയിൽ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവനും വിട്ടു നൽകണമെന്ന ആവശ്യമായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇറാന്റെ യുറേനിയത്തിൽ കണ്ണും നട്ടിരിക്കുന്ന ട്രംപിനാകട്ടെ ലഭിച്ചത് നല്ല ചുട്ട മറുപടി തന്നെയാണ്. ഇറാൻ വിദേശകാര്യ ഉപമന്ത്രിയായ സായിദ് ആകട്ടെ വ്യക്തമാക്കിയത് ട്രംപിന് വ്യക്തമായ ഒരു മറുപടി തന്നെ നൽകുകയായിരുന്നു. അതായത് യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്ന പ്രശ്നമില്ല എന്നും ട്രംപിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ ഒരു കാരണവശാലും കഴിയുന്നതല്ല എന്നും ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US തങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പുതിയ ചർച്ചകൾ ഇറാൻ തയ്യാറല്ല, അതായത് പുതിയതായുള്ള ഒരു ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ട്രംപിന് അദ്ദേഹം നൽകിയത്. ഇതോടുകൂടി തന്നെ വീണ്ടും ട്രംപ് ആകട്ടെ കൂടുതൽ പ്രകോപനത്തിൽ ആവുകയും ഇറാന് മേൽ വാളെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയും ഇതാകട്ടെ ആശങ്കയ്ക്ക് വകവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരിടത്തേക്ക് പോലും മാറ്റാൻ തങ്ങൾ പോകുന്നില്ല എന്നതായിരുന്നു അവിടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുന്നറിയിപ്പായി തന്നെ, അതായത് സമാനമായ രീതിയിൽ ട്രംപിനൊരു മറുപടി നൽകിയിരിക്കുന്നത്. ആണവായുധ നിർമ്മാണം അവിടെ നടത്തില്ല എന്ന് ഇറാന്റെ പക്കൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് എന്തു ചെയ്യും എന്നതടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ വഴിവെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാനിലെ യുറേനിയം വീണ്ടെടുത്തുകൊണ്ട് US-ലെത്തിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ആണവ പദ്ധതി നിർത്തിവെക്കാൻ ഇറാന് സമ്മതമാണ് എന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. യാതൊരു വിധത്തിലുമുള്ള പണമോ അല്ലെങ്കിൽ മറ്റു പ്രതിഫലമോ നൽകാതെ തന്നെ യുറേനിയം അമേരിക്കയിൽ എത്തിക്കും എന്നതായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. മാത്രമല്ല ആണവ പദ്ധതികൾക്കിടയിൽ വലിയ രീതിയിൽ ആ കേന്ദ്രങ്ങൾ അടക്കമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനും US-ഉം ചേർന്ന് വീണ്ടെടുക്കുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ലെബനോനിലെ വെടിനിർത്തലിന് പിന്നാലെ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള യാത്രകൾക്ക് ഇറാൻ തുറന്നു നൽകുകയും എന്നാൽ അതിവേഗത്തിൽ തന്നെ അടച്ചുപൂട്ടുകയുമാണ് ചെയ്തത്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചകൾക്കും തുടർ നീക്കങ്ങൾക്കും ഒടുവിലാണ് ലെബനനിലെ വെടിനിർത്തലും ഹോർമുസ് തുറന്നു കൊടുക്കലും ഒക്കെ തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടക്കാം എന്ന അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടക്കുകയും എന്നാൽ അത് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയുമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.